Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് ICD 10CML 2024 വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ അപ്ഡേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ന്യൂ കോഡ്സ് 395 ആണ് വന്നിട്ടുള്ളത്. റിവിഷൻ വന്നിട്ടുള്ളത് 13 കോഡ്സും ഡിലീഷൻ വന്നിട്ടുള്ളത് 25 ആണ്. ഡിലീഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി കോഡുകൾ ഡിലീറ്റ് ആക്കുകയല്ല ചെയ്തിട്ടുള്ളത്, പകരം ഈ കോഡുകൾ പാരൻ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുമുണ്ടാവും. സോ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആക്കിയെന്നല്ല, അതിനെ വേറൊരു ഫോമാറ്റിലാക്കി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യില്ല എന്ന് മാത്രം. നെക്സ്റ്റ് വൺ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്. നമുക്ക് ഗൈഡ് ലൈൻ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഒത്തിരി ഒന്നും ചേഞ്ചസ് ഇല്ല, ബട്ട് കുറച്ച് ചേഞ്ചസ് തന്നെ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ചാപ്റ്റർ 1 സർട്ടൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസ് A00 to B99 വരെയുള്ള കോഡ് റേഞ്ചിൽ നമുക്ക് അപ്ഡേഷൻസ് വന്നിട്ടുള്ളതിൽ ന്യൂ കോഡ്സ് 2 ആണ് വന്നിട്ടുള്ളത്. റിവിഷൻ 0, ഡിലീഷൻ 0 ആണ്. അതുപോലെ തന്നെ ഗൈഡ് ലൈൻ ചേഞ്ചസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കോഡുകളിൽ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ ന്യൂ, ഡിലീറ്റഡ്, റിവിഷൻ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അതിപ്പോൾ ന്യൂ കോഡുകളാണെങ്കിലും നമുക്ക് അത് പ്രത്യേകിച്ച് എല്ലാ കോഡും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗൈഡ് ലൈൻ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ഓരോ ചാപ്റ്റേഴ്സിൽ എത്ര റിവിഷൻസും ഡിലീഷനും ന്യൂ കോഡൊക്കെ വന്നിട്ടുണ്ട് എന്ന് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ 2 കോഡുകളാണ് ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. സോ ഗൈഡ് ലൈൻ ചേഞ്ചസ് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ എന്നുള്ള ഗൈഡ് ലൈൻ ആണ്. 2023 for sepsis following a post procedural infection T81.40 to T81.43 should be assigned. അതായത് 2023 ഒരു സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ T81.40 തൊട്ട് T81.43 വരെയുള്ള കോഡുകളായിരുന്നു അസൈൻ ചെയ്യുന്നത്. സോ ഇൻ 2024 അപ്ഡേഷൻ വന്നപ്പോൾ സെപ്സിസ് ഫോളോയിങ് എ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷന് നമ്മൾ കൊടുക്കേണ്ട കോഡ് റേഞ്ച് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. T81.41 ടു T81.43 ഷുഡ് ബി അസൈൻഡ് ആണ്. അതായത് ആ T81.40 എന്നുള്ള കോഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു റേഞ്ച് പറയുന്നതിൽ മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ കോഡുകൾ എടുക്കേണ്ടത് T81.41 ടു T81.43 വരെയുള്ള റേഞ്ചിൽ നിന്നാണ്. സോ ഇനിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത് സ്ക്രീനിങ് ഫോർ COVID-19 എന്നുള്ള ഗൈഡ് ലൈനിലാണ്. ഇൻ 2023 സ്ക്രീനിങ് ഫോർ COVID-19 വാസ് കോഡഡ് വിത്ത് Z20.822. അതായത് 2023 സ്ക്രീനിങ് ഫോർ COVID-19 നമ്മൾ കോഡ് കൊടുത്ത് ഇടുന്നത് Z20.822 എന്നുള്ള കോഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് കോണ്ടാക്ട് വിത്ത് ആൻഡ് സസ്പെക്റ്റഡ് എക്സ്പോഷ്യർ ടു COVID-19 ആണ്. എക്സ്പോഷ്യർ ടു COVID-19 കോഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി 2024 അപ്ഡേറ്റ് വന്നപ്പോൾ സ്ക്രീനിങ് ഫോർ COVID-19 ഷുഡ് ബി കോഡഡ് വിത്ത് Z11.52 ആണ്. ദാറ്റ് ഈസ് എൻകൗണ്ടർ ഫോർ സ്ക്രീനിങ് ഫോർ COVID-19. സോ ഇപ്പോൾ 2024 വന്ന അപ്ഡേറ്റിൽ നമ്മൾ COVID-19 സ്ക്രീനിങ്ങിന് പേഷ്യൻ്റ് വന്നാൽ നമ്മൾ Z11.52 എൻകൗണ്ടർ ഫോർ സ്ക്രീനിങ് ഫോർ COVID-19 എന്നുള്ള കോഡാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ 2 ആണ് നിയോപ്ലാസം. C00 ടു D49 വരെയാണ് കോഡ് റേഞ്ച് വരുന്നത്. ഇവിടെ അപ്ഡേഷൻസ് പറയുകയാണെങ്കിൽ ന്യൂ കോഡ്സ് 14, റിവൈസ്ഡ് കോഡ്സ് 0, ഡിലീഷൻ 0 ആൻഡ് ഗൈഡ് ലൈൻ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ചാപ്റ്റർ 3 ഡിസീസസ് ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് ഫോമിംഗ് ഓർഗൻസ് ആൻഡ് ഡിസോർഡേഴ്സ് ഇൻവോൾവ്സ് ഇമ്മ്യൂൺ മെക്കാനിസം. D50 ടു D89 ആണ് കോഡ് റേഞ്ച് വരുന്നത്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 8 ന്യൂ കോഡ്സും റിവൈസ്ഡ് കോഡ്സ് 0, ഡിലീറ്റഡ് കോഡ്സ് 0 ആൻഡ് ഗൈഡ് ലൈൻ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ചാപ്റ്റർ 4 എൻഡോക്രൈൻ, ന്യൂട്രീഷണൽ ആൻഡ് മെറ്റബോളിക് ഡിസീസസ് E00 ടു E89 ആണ്. അപ്ഡേഷൻസ് ന്യൂ കോഡ്സ് 19, റിവൈസ്ഡ് കോഡ്സ് 1, ഡിലീഷൻ 0 ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ്.
Chapter 5 Mental, Behavioral and Neurodevelopmental Disorders F01 to F99 ആണ് കോഡ് റേഞ്ച് വരുന്നത്. അപ്ഡേഷൻസ് ന്യൂ കോഡ് 0, റിവിഷൻ 0, ഡിലീഷൻ 0 ആൻഡ് ഗൈഡ് ലൈൻ ചേഞ്ചസ് നോട്ട് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ 6 Diseases of the Nervous System G00 to G99 Updations 24 new codes, 0 revision, 0 deletion and no guideline changes. Chapter 7 Diseases of the Eye and Adnexa H00 to H59 Updations നോക്കുകയാണെങ്കിൽ 34 new codes ഉണ്ട്, 1 revised കോഡും 0 deletionും no guideline changesഉം ആണ് ഉള്ളത്. Chapter 8 Diseases of the Ear and Mastoid Process H60 to H95 ആണ്. സോ അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 0 ന്യൂ കോഡ്സ്, 0 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്. ഓൾറെഡി ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ്. സോ അതിലിപ്പോഴും നോ ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ 9 ഡിസീസസ് ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം I00 ടു I99 ആണ് കോഡ് റേഞ്ച് വരുന്നത്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 11 ന്യൂ കോഡ്സും 5 റിവൈസ്ഡ് കോഡ്സും 0 ഡിലീഷനും അതുപോലെ തന്നെ ഒരു ഗൈഡ് ലൈൻ ചേഞ്ചും അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് ഹൈപ്പർ ടെൻഷൻ റെസിസ്റ്റൻറ്റ് എന്ന് നോക്കാം. റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ റിഫേഴ്സ് ടു ബ്ലഡ് പ്രഷർ ഓഫ് എ പേഷ്യൻറ്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ ദാറ്റ് റിമെയിൻസ് എബവ് ഗോൾ ഇൻ സ്പൈറ്റ് ഓഫ് ദി യൂസ് ഓഫ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻസ്. ഒരു ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻ യൂസ് ചെയ്താൽ പോലും ഒരു പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള ഒരു നോർമൽ റേഞ്ച് ഓഫ് പ്രഷറിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൽ നിന്ന് ഹൈ ആയിട്ട് നിൽക്കുന്ന അവസ്ഥേനെയാണ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എബവ് നോർമൽ ലെവലിൽ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് വെസലിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ ബേസ് ചെയ്താണ് ബ്ലഡ് പ്രഷർ പറയുന്നത്. സോ ഈ ഒരു പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഹൈപ്പർ ടെൻഷൻ. ഇത് ഈവൻ ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻ കഴിച്ചാൽ പോലും എബവ് ആയിട്ട്, നോർമലിൽ നിന്നും എബവ് ആയിട്ട് ഹൈപ്പർ ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു മെഡിക്കേഷനോടുള്ള റെസിസ്റ്റൻസ് കാരണമായിരിക്കും ഈ ഒരു ലെവൽ ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതാണ്. സോ ഈ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഗൈഡ് ലൈൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സിനാരിയോ ഇപ്പോൾ പറയാൻ കാരണം. അസൈൻ കോഡ് I1A.0 resistant hypertension as an additional code when apparent treatment resistant hypertension or true resistant hypertension is documented by the provider. ഈ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ്റെ സിനോണിംസ് ആണ് അപ്പാരൻറ്റ് ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ, ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ, ട്രൂ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ടേമുകൾ അല്ലെങ്കിൽ പേരുകളിൽ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ I1A.0 എന്നുള്ള കോഡ്, അത് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ്റെ കോഡാണ്, ഈ ഒരു കോഡ് അഡീഷണൽ കോഡായിട്ട് കൊടുക്കേണ്ടതാണ്. എ കോഡ് ഫോർ ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഹൈപ്പർ ടെൻഷൻ ഇസ് സീക്വൻസ്ഡ് ഫസ്റ്റ് ഇഫ് നോൺ. ഒരു ഹൈപ്പർ ടെൻഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് കോഡ് ചെയ്യുക. രണ്ടാമത് ഒരു അഡീഷണൽ കോഡായിട്ട് I1A.0 എന്നുള്ള കോഡും കൂടി കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. സോ ഈ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് മാത്രമായിരിക്കില്ല ഡോക്യുമെൻറ്റിൽ ഉണ്ടാവുക. ചിലപ്പോൾ അത് അപ്പാരൻറ്റ് ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്നായിരിക്കാം, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്നായിരിക്കാം, ട്രൂ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്നായിരിക്കാം. എങ്ങനെ പറഞ്ഞാലും നമ്മൾ അഡീഷണൽ കോഡ് കൊടുക്കേണ്ടത് I1A.0 ആയിരിക്കണം. Next one, Chapter 10 Diseases of the Respiratory System J00 to J99 ആണ്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 9 ന്യൂ കോഡ്സും 0 റിവൈസ്ഡ് കോഡ്, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ 11 Diseases of the Digestive System K00 to K95 ആണ് കോഡ് റേഞ്ച് വരുന്നത്. അപ്ഡേഷൻസിൻ്റെ കേസിൽ 20 ന്യൂ കോഡ്സ് ആണ്, 0 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ചാപ്റ്റർ 12 ഡിസീസസ് ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ L00 ടു L99 ആണ്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 0 ന്യൂ കോഡ്, 0 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്.
Next, chapter 13, diseases of the musculoskeletal system and connective tissue, M00 to M99. Updations നോക്കുകയാണെങ്കിൽ 36 new codes വന്നിട്ടുണ്ട്, 1 revision, 0 deletion and no guideline changes ആണ്. Next, chapter 14, diseases of the genitourinary system, N00 to N99. Updations, new codes 16, revision 1, deletion 2, guideline changes are not applicable. So ഇവിടെ പറഞ്ഞിട്ടുള്ള 2 ഡിലീഷൻ വരുന്നത് അത് ആക്ച്വലി ഡിലീറ്റഡ് അല്ല, 2 കോഡുകളെയും പാരൻ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ കോഡുകൾ, പക്ഷെ നമ്മളത് അങ്ങനെ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് പാരൻ്റ് കോഡായിട്ട് കൺവേർഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ 15, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പിപ്പേറിയം, O00 to O9 A വരെയാണ് കോഡ് റേഞ്ച്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 6 ന്യൂ കോഡ്, 0 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ്. ചാപ്റ്റർ 16, certain conditions originating in the perinatal period, P00 to P96. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 0 ന്യൂ കോഡ്സ് ആണ്, 1 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ്. Next, chapter 17, congenital malformations, deformations and chromosomal abnormalities, Q00 to Q99 ആണ്. അപ്ഡേഷൻസിൽ 26 ന്യൂ കോഡ്സ്, 8 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ്. നെക്സ്റ്റ് ചാപ്റ്റർ 18, symptoms, signs and abnormal clinical and laboratory findings not elsewhere classified, R00 to R99 ആണ് കോഡ് റേഞ്ച് വരുന്നത്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 18 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്, 0 റിവിഷൻ, 0 ഡിലീഷൻ, പക്ഷെ ഗൈഡ് ലൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഗൈഡ് ലൈൻ ഇസ് നോൺ ട്രോമാറ്റിക് കോമ ഡ്യൂ ടു ആൻ അണ്ടർലൈൻ കണ്ടീഷൻ. ഒരു നോൺ ട്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രോമ കാരണം ഉണ്ടാകുന്ന, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ ഒരു ഫോളൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ട്രോമാറ്റിക് കണ്ടീഷൻ. അപ്പോൾ നോൺ ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും അല്ലാത്തൊരു കേസ് കൊണ്ട് ഉണ്ടാവുന്ന കോമ, അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ റീസണൊക്കെ ആയിരിക്കാം, ഒരു കണ്ടീഷൻ, പാത്തോളജിക്കൽ കണ്ടീഷൻ കാരണം ഉണ്ടാവുന്ന കോമയൊക്കെ ആണെങ്കിൽ, ഡ്യൂ ടു ആൻ അണ്ടർലൈൻ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു അണ്ടർലൈൻ ആയിട്ടുള്ള കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ കാരണം വരുന്ന കോമയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് അണ്ടർലൈൻ കണ്ടീഷനാണ്. സെക്കൻഡ് കോഡ് R40.2A എന്നുള്ള കോഡാണ് കൊടുക്കേണ്ടത്. സോ നോൺ ട്രോമാറ്റിക് കോമ ഡ്യൂ ടു ആൻ അണ്ടർലൈൻ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു അണ്ടർലൈൻ കണ്ടീഷൻ കാരണം ഒരു കോമ വരികയാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു അണ്ടർലൈൻ കണ്ടീഷൻ കോഡ് ചെയ്യുക. സെക്കൻഡ് കോഡായിട്ട് R40.2A എന്നുള്ള കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ള ഗൈഡ് ലൈൻ. നെക്സ്റ്റ് ചാപ്റ്റർ 19, ഇഞ്ചുറി, പോയ്സണിങ് ആൻഡ് സർട്ടൻ അതർ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസസ്, S00 to T88 ആണ്. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 12 ന്യൂ കോഡ്സ് ഉണ്ട്, 0 റിവിഷൻ, 0 ഡിലീഷൻ ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്. ചാപ്റ്റർ 20, എക്സ്റ്റേണൽ കോസസ് ഓഫ് മോബിഡിറ്റി, V00 to I99. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 123 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്, റിവിഷൻ 0, ഡിലീഷൻ 0 ആൻഡ് നോ ഗൈഡ് ലൈൻ ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് വൺ, ചാപ്റ്റർ 21, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഹെൽത്ത് സർവീസസ്, Z00 to Z99. അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ 48 ന്യൂ കോഡ്സും 0 റിവിഷൻ ആണ്, 6 ഡിലീഷനും നോ ഗൈഡ് ലൈൻ ചേഞ്ചസും ആണ് ഉള്ളത്. CPC എക്സാമിന് പ്രിപ്പറേഷൻ ടൈമിലുള്ള സ്റ്റുഡൻസിനായിട്ട് CPC പ്രിപ്പറേഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ 15-day ക്ലാസ്, 15 days ആയിരിക്കും ക്ലാസ്സിൻ്റെ ലെങ്ത് ഉണ്ടാവുക. സോ അതിൽ നമ്മൾ കംപ്ലീറ്റ് പോർഷൻസും റിവൈസ് ചെയ്യുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, either മെയിൽ ചെയ്യുക, medcode0907@gmail.com എന്നുള്ള മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് എന്നുള്ളതിലേക്ക് DM ചെയ്യുക. So thank you.